ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്നേഹ. ഓണത്തിന് സ്കൂട്ടി വാങ്ങിയതിൽ പിന്നീട് സങ്കടം പറഞ്ഞ എൻ്റെ ഏട്ടനാണ് ഇന്നത്തെ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം. ആളുടെ സങ്കടത്തിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് GST റേറ്റ് കുറഞ്ഞെന്നും സ്കൂട്ടിയുടെ റേറ്റ് മുമ്പുള്ളതിനേക്കാൾ കുറഞ്ഞെന്നും മനസ്സിലായത്. എന്നാൽ പിന്നെ അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കാമെന്ന് ഞാനും വിചാരിച്ചു. നിങ്ങളും കൂടുതലേ. മാറ്റങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് GST എന്താണെന്ന് നോക്കാം. GST is known as the Goods and Service Tax. It's an indirect tax which has replaced many indirect tax in India, such as the excise duty, VAT, service tax, etc., and came into effect on 1st July 2017. 2017 ജൂലൈ 1 നിലവിൽ വന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് GST. അത്രയും കാലം നിലനിന്നിരുന്ന എക്സൈസ് ഡ്യൂട്ടിക്കും വാറ്റിനും സർവീസ് ടാക്സിനൊക്കെ പകരമായിട്ടാണ് നമ്മുടെ GST നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിൽ ഉണ്ടായ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. The 56th meeting of the GST Council chaired by Union Finance Minister Srimati Nirmala Sitharaman has now approved next-gen GST reforms. Starting September 22, 2025, GST in India will be simplified to primarily two rates, 5% and 18%, with a special 40% rate on luxury and sin goods. 56ാമത് GST കൗൺസിൽ മീറ്റിങ്ങിലാണ് നമ്മുടെ പുതിയ GST നയം അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് 2025 സെപ്റ്റംബർ 22 മുതൽ നിലവിൽ വരും. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ നയം കാരണം ഒരുപാട് ഉപയോഗം സാധാരണക്കാർക്കും ചെറുകിട കർഷകർക്കും ഉണ്ടാവുമെന്നാണ്. അതുപോലെ വ്യവസായികൾക്കും ഇത് കാരണം ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇതിനൊരു ദീപാവലി ഗിഫ്റ്റായിട്ടാണ് അനൗൺസ് ചെയ്തത്. നേരത്തെ പറഞ്ഞ എൻ്റെ ഏട്ടൻ്റെ സങ്കടത്തിന് കാരണം ഇത് തന്നെയായിരുന്നു. ദീപാവലി ആയ സമയത്ത് വണ്ടിയുടെ റേറ്റ് നന്നായിട്ട് അങ്ങ് കുറഞ്ഞു. ഇനി മുമ്പുണ്ടായിരുന്നു, നമുക്കറിയാം 5%, 12%, 28% അങ്ങനെ ആയിരുന്നു മുമ്പുണ്ടായിരുന്ന ടാക്സ് റേറ്റ്. എന്നാൽ അത് ചുരുക്കി 5%ലേക്കും 18%ലേക്കും എത്തി. അത് കൂടാതെ ഒരു സ്പെഷ്യൽ 40% റേറ്റ് ലക്ഷറി ഗുഡ്സിനും സിൻ ഗുഡ്സിനും ബാധകമാണ്. അതെന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടും ഫുഡ് ആൻഡ് ഹൗസ് ഹോൾഡ് സെക്ടർ, ഹോം ബിൽഡിംഗ് ആൻഡ് മെറ്റീരിയൽ, ഓട്ടോമൊബൈൽ മെറ്റീരിയൽ, അഗ്രികൾച്ചർ മെറ്റീരിയൽ, മെഡിക്കൽ സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് സെക്ടർ ആൻഡ് 40% ഓൺ ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ്. ഇത്രയൊക്കെയാണ് മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ ഏരിയയിലാണ് പ്രധാനമായി മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഫുഡ് ആൻഡ് ഹൗസ് ഹോൾഡ് സെക്ടർ. പ്രോഡക്ട്സ് ലൈക്ക് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക്, pre-packaged and labeled chana or paneer, all the Indian breads will be nil rate. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡിനായിക്കോട്ടെ പാലിനായിക്കോട്ടെ ഇതിനൊക്കെ നിൽ റേറ്റ് ആണ് വന്നിട്ടുള്ളത്, അതായത് സീറോ ടാക്സ് ഇല്ല. പിന്നീടുള്ളത് സോപ്പ്, ഷാംപൂ ഇങ്ങനെയുള്ള ഐറ്റത്തിനൊക്കെ 5% റേറ്റ് വന്നിട്ടുണ്ട്. ദെൻ പാസ്ത, ചോക്ലേറ്റ്, കോഫി അങ്ങനെയുള്ള ഫുഡ് ഐറ്റത്തിൻ്റെ വില 5%ലേക്ക് മാറിയിട്ടുണ്ട്. ടിവിയുടെ കാര്യത്തിൽ പറയാണ് 32 ഇഞ്ചിൽ കുറവായിരിക്കണം. അതുപോലെ ACസിൻ്റെ, ഡിഷ് വാഷേഴ്സിൻ്റെ ഒക്കെ റേറ്റ് 18% ചുരുങ്ങിയിട്ടുണ്ട്. മുമ്പ് അത് 28% ആയിരുന്നു, ഇനി മുതൽ അത് 18% ആയിരിക്കും. അടുത്ത മാറ്റം ഹോം ബിൽഡിംഗ് ആൻഡ് മെറ്റീരിയൽസിലാണ്. സിമെൻറ്റിന് നമുക്കൊരു വീട് വെക്കാന്നുള്ളത് അറിയാം, നല്ല ചിലവുള്ള കാര്യമാണ്. അപ്പോൾ സിമെൻറ്റിന് മുമ്പ് 28% ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിപ്പോൾ 18% മാറിയിട്ടുണ്ട്. മാർബിൾസിനൊക്കെ, ഗ്രാനൈറ്റിനൊക്കെ 12% ഉണ്ടായിരുന്നത് 5%ലേക്ക് എത്തിയിട്ടുണ്ട്. ബാംബു ഫ്ലോറിങ്ങിൽ അല്ലെങ്കിൽ ജോയിനറി പാക്കേജിങ് കേസിലൊക്കെ 12% ഉണ്ടായിരുന്നത് 5%ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട് വെക്കാനുള്ള ചിലവ് മാക്സിമം ഇത് കാരണം കുറയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അടുത്തത് ഓട്ടോമൊബൈൽ സെക്ടറാണ്. ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള പ്രധാന മാറ്റം ചെറിയ കാറുകൾക്ക്, 350 cc കുറവുള്ള കാറുകൾക്ക് അല്ലെങ്കിൽ 2 വീലേഴ്സിനൊക്കെ 28% ടാക്സ് ഉണ്ടായത് ഇനി മുതൽ 18% ആയിരിക്കും.
അതുപോലെ ബസ്സസ് ആയിക്കോട്ടെ, ട്രക്സ് ആയിക്കോട്ടെ, 3 വീലേഴ്സ് ആയിക്കോട്ടെ, ഓട്ടോ പാർട്സ് ആയിക്കോട്ടെ, ഇതിനൊക്കെ 18% മാറിയിട്ടുണ്ട്. അടുത്ത മാറ്റം അഗ്രികൾച്ചർ സെക്ടറിലാണ്. ഇവിടെ നോക്കുക, ട്രാക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ട്രാക്ടേഴ്സ് ടയേഴ്സിൻ്റെ, നമ്മുടെ ഇറിഗേഷൻസിലുള്ള യൂസ് ചെയ്യുന്ന മെഷീൻസിൻ്റെ ഇതിൻ്റെയൊക്കെ റേറ്റ് 12% നിന്നും 5%ലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്കായിരിക്കും. അവർക്ക് അവരുടെ കോസ്റ്റ്, അവരുടെ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണം പറ്റും. മെഡിക്കൽ സെക്ടർ ഇപ്പോൾ വലുതെന്നോ ചെറുതെന്നോ ഇല്ല, ചെറിയ കുഞ്ഞുങ്ങൾക്കും വയസ്സായവർക്കും ഒരുപോലെ രോഗങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ GST കാരണം 33 ലൈഫ് സേവിങ് ഡ്രഗ്സിന്, ഡയഗ്നോസ്റ്റിക് കിറ്റ്സിന് 12% ടാക്സ് ഉണ്ടായിരുന്നത് ഇനി മുതൽ 0 ടാക്സ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി പോലുള്ള മരുന്നുകൾക്ക് 12% ഉണ്ടായിരുന്നത് 5% കുറച്ചിട്ടുണ്ട്. ദെൻ മെഡിക്കൽ ഓക്സിജൻ, തെർമോമീറ്റർ, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഇവരുടെയൊക്കെ റേറ്റ് 12% to 18% ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇത് 5%ലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ മെഡിക്കൽ, ഡെൻ്റൽ ആൻഡ് വെറ്റിനറി ഡിവൈസസ് കട്ട്സ് ഫ്രം 18% to 5%. നമ്മുടെ ഡിവൈസസ്, മെഡിക്കൽ ഡെൻ്റൽ ഡിവൈസസ് ഒക്കെ അതിൻ്റെയൊക്കെ റേറ്റ് 18%-ൽ നിന്നും 5%ലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇത് കാരണം മെഡിക്കൽ ഫീൽഡിൽ ഒരു വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. ആൾക്കാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന്, ജനങ്ങളുടെ ആരോഗ്യത്തിന് നമ്മുടെ ഗവൺമെൻറ് ഇത്രയും പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള മാറ്റമാണ്. എഡ്യൂക്കേഷൻ, നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ പെന്ന്, പെൻസിൽ ഇങ്ങനെയുള്ള റൈറ്റ്സിന് അല്ലെങ്കിൽ ഗ്രാഫ് ബുക്സ് ആയിക്കോട്ടെ, മാപ്സ് ആയിക്കോട്ടെ, അത്ലറ്റ്സ് ആയിക്കോട്ടെ, എല്ലാ കുട്ടികൾക്കും യൂസ് ചെയ്യേണ്ട ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ റേറ്റ് 12%-ൽ നിന്ന് നിൽ റേറ്റിലേക്ക്, അതായത് 0%ലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കാരണം സാധനങ്ങളുടെ, നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയൊക്കെ വില കുറയാൻ സാധ്യതയുണ്ട്. ദെൻ ജോമെട്രി ബോക്സസ്, സ്കൂൾ കാർട്ടൂൺസ്, ട്രേസ് ഇതിൻ്റെയൊക്കെ വില 12%-ൽ നിന്നും 5%ലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത മാറ്റം ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസിലുള്ള മാറ്റമാണ്. നിങ്ങൾക്ക് പരസ്യങ്ങൾ, പുതിയ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനീസ് ഈ മാറ്റം അംഗീകരിച്ചിട്ടുണ്ടെന്നും അവരുടെ പ്രീമിയത്തിലൊക്കെ റേറ്റ് കുറച്ചിട്ടുണ്ടെന്നും നമ്മുടെ പരസ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2047 എല്ലാ ജനങ്ങൾക്കും ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടാവണം എന്നാണ് ഈ ഒരു മാറ്റം കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇനി മുതൽ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് നൗ ഈസ് GST ഫ്രീ, ടാക്സ് ഉണ്ടാവില്ല. മുമ്പ് ഇത് 18% ഇനി മുതൽ ഇൻഡിവിജ്വൽ ലൈഫ് ഇൻഷുറൻസിന് ടാക്സ് ഉണ്ടാവില്ല. ഇനി വരുന്നത് 40% സ്പെഷ്യൽ ടാക്സ് റേറ്റ് ആണ്. ഇത് വരുന്നത് സിൻകുഡ്സിനും അതുപോലെ ലക്ഷറി ഐറ്റത്തിനുമാണ്. ഈ സിൻകുഡ്സ് എന്ന് പറയുമ്പോൾ ടൊബാക്കോ, പാൻ മസാല, അതുപോലെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, സ്മോക്കിംഗ് പൈപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 40% സ്പെഷ്യൽ ടാക്സിൽ വരുന്നത്. അതുപോലെ ലക്ഷറി ഐറ്റംസ്, നമ്മൾ നേരത്തെ 350cc കുറവുള്ള ബൈക്കിൻ്റെയും കാറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. അതിൽ കൂടുതൽ അല്ലെങ്കിൽ 350cc കൂടുതൽ വരുന്ന എല്ലാ മോട്ടോർ വെഹിക്കിൾസിനും 40% സ്പെഷ്യൽ റേറ്റ്സ് അപ്ലിക്കബിൾ ആവും. അതുപോലെ എയർക്രാഫ്റ്റ്സിനായിക്കോട്ടെ, യാച്ചസിനായിക്കോട്ടെ, റിവോൾവേഴ്സിനായിക്കോട്ടെ, പിസ്റ്റൽസിനായിക്കോട്ടെ ഇതിൻ്റെയൊക്കെ റേറ്റ് 28%-ൽ നിന്നും 40%ലേക്ക് മാറിയിട്ടുണ്ട്. GSTയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മെജോറിറ്റി എല്ലാ മാറ്റങ്ങളും നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ റേറ്റാണ് കുറഞ്ഞിട്ടുള്ളത്. ഇത് കാരണം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ബിസിനസ് ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, ടാക്സ് റേറ്റ് കുറയുന്ന സമയത്ത് അവർക്ക് അവരുടെ പ്രോഡക്റ്റ് പ്രൈസ് കൂട്ടി ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക.
നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് GSTയിൽ ഇങ്ങനെ ഒരു കട്ട് ഡൗൺ വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിന് നഷ്ടം സംഭവിക്കില്ലേ എന്നൊരു തോന്നലുണ്ടാവാം. അതിനുള്ള സൊല്യൂഷനും നമ്മുടെ GST കൗൺസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് സാധാരണ 100 രൂപയ്ക്ക് 18% ടാക്സ് ആണെങ്കിൽ 118 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. എന്നാൽ ഈ ഒരു മാറ്റം കാരണം അതിപ്പോൾ 5% ആയിക്കഴിഞ്ഞാൽ 105 രൂപ മാത്രമാണ് കൊടുക്കേണ്ടി വരിക. മുമ്പത് 10 ആളാണ് വാങ്ങിയതെങ്കിൽ ഇപ്പോഴത് ചിലപ്പോൾ റേറ്റ് കുറയുമ്പോൾ 20 ആൾ വാങ്ങാൻ സാധ്യതയുണ്ട്. അതായത് ഒരിക്കലും ഈ മാറ്റം കാരണം ഗവൺമെൻറ്റിന് നഷ്ടം സംഭവിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ലക്ഷറി ടാക്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് അതുവഴി കോമ്പൻസേറ്റ് ചെയ്ത് പോയിക്കോളും എന്നാണ് GST കൗൺസിൽ പറഞ്ഞിട്ടുള്ളത്. GSTയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ മാറ്റങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാൻ ശ്രമിക്കാം. ഇതിലുള്ള എല്ലാ ഇൻഫർമേഷൻസും GST കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡയറക്റ്റ്ലി കളക്ട് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് വിശ്വസിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.